നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. വിദേശികളെന്ന് കണ്ടെത്തിയവരെ നാടുകടത്താതെ അനിശ്ചിതമായി തടങ്കലിൽ പാർപ്പിക്കുന്ന അസം BJP സർക്കാരിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. പൗരന്മാരെ ഇത്തരത്തിൽ അനിശ്ചിതമായി തടങ്കലിൽ വെക്കാനാകില്ല എന്നും അവർക്ക് അവകാശങ്ങളുണ്ടെന്നും സുപ്രീം കോടതി അസം സർക്കാരിനോട് പറഞ്ഞു. വിദേശികളാണെന്ന് കണ്ടെത്തിയാൽ അവരെ ഉടൻ തന്നെ നാടുകടത്തണമെന്നും അതിന് വിലാസം പ്രശ്നമില്ലെന്നും അവർ ഏത് രാജ്യക്കാരാണെന്ന് അറിയാമല്ലോ എന്നാണ് കോടതി ചോദിച്ചത്. തടങ്കലിൽ കഴിയുന്നവരുടെ വിലാസം ലഭ്യമല്ല എന്നാണ് അവരെ നാടുകടത്തുന്നതിനുള്ള തടസ്സമായി അസം സർക്കാർ പറഞ്ഞത്. വിലാസം അറിയില്ലെങ്കിൽ അവരുടെ മാതൃരാജ്യങ്ങളുടെ തലസ്ഥാനത്തേക്ക് എത്തിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. 12 വർഷത്തിലധികമായി അസമിലെ ഡിറ്റൻഷൻ സെന്ററുകളിൽ കഴിയുന്ന 63 വിദേശികളാണ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ളത്. ഇവരിലേറെയും ബംഗ്ലാദേശികളാണെന്നാണ് റിപ്പോർട്ടുകൾ. അസം സർക്കാർ ഇവരെ അനിശ്ചിതകാലമായി തടങ്കലിൽ പാർപ്പിച്ചതോടെ ഇവർ രാജ്യമില്ലാത്തവരായി മാറിയെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോളിൻ ഗോൺഗൽവൻസ് വാദിച്ചു. ഇന്ത്യ പറയുന്നത് അവർ ഇന്ത്യക്കാരല്ലെന്നാണ്, ബംഗ്ലാദേശ് പറയുന്നത് അവർ ബംഗ്ലാദേശികളല്ല എന്നുമാണ്. ഇത്തരത്തിൽ അവർ രാജ്യമില്ലാത്തവരായി 12ഉം 13ഉം വർഷമായി തടങ്കലിൽ കഴിയുകയാണ്. വർഷങ്ങളായി ഇന്ത്യയിൽ കഴിയുന്നവരെ ബംഗ്ലാദേശ് അവരുടെ പൗരന്മാരായി പരിഗണിക്കുന്നില്ല, കോളിൻ ഗോൺഗൽവാൻസ് പറഞ്ഞു. അതേസമയം വിദേശികളാണെന്ന് കണ്ടെത്തിയ എത്ര പേരെ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് നാടുകടത്തിയിട്ടുണ്ടെന്നും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. ഇന്ത്യക്കാരല്ലെന്ന് കണ്ടെത്തുകയും എന്നാൽ മാതൃരാജ്യമാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത ആളുകളെ എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയിക്കണമെന്നും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. ഇക്കാര്യങ്ങളിൽ 1 മാസത്തിനകം വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എത്ര പേരെ ഇതുവരെ നാടുകടത്തിയെന്ന് അസം സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചെങ്കിലും സർക്കാർ അഭിഭാഷകൻ കൃത്യമായ മറുപടി നൽകാനായില്ല. ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന് അസം സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചെങ്കിലും സുപ്രീം കോടതി ഇത് അംഗീകരിച്ചില്ല. അസം സർക്കാരിന് ആവശ്യമായ സമയം നൽകിയിരുന്നെന്നും എന്നാൽ ഇതുവരെയും അതൊന്നും ചെയ്തിട്ടില്ലെന്നും സുപ്രീം കോടതി വിമർശിച്ചു. അസം സർക്കാർ കോടതി മുമ്പാകെ വസ്തുതകൾ മറച്ചുവെക്കുകയാണെന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരിൽ ഒരാളായ ജസ്റ്റിസ് ഓകെ പറഞ്ഞു. വീഴ്ചയുണ്ടായതിൽ മാപ്പ് പറയുന്നതായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. കേസ് ഫെബ്രുവരി 25 മാറ്റി.